അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി തസ്കിയ സംഗമത്തിൻ്റെ വേദിയിൽ ഒരു പാനൽ ഡിസ്കഷനാണ്. ഇന്ന് ചാനൽ ചർച്ചകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് പുതുതലമുറയുടെ തകർച്ചയും പുതുതലമുറയിലെ അഴിഞ്ഞാട്ടവും പുതുതലമുറ പോയിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ സാധ്യതകളുമാണ് എങ്കിൽ അത് എന്താണ്, എങ്ങനെയാണ്, ഏതൊക്കെ മേഖലയിലാണ് എന്ന് കൃത്യമായി ചർച്ച ചെയ്യുകയാണ് ഈ പാനൽ ഡിസ്കഷൻ. എന്തുകൊണ്ട് ഈ വിഷയമെടുക്കുന്നു, എന്തുകൊണ്ട് പുതുതലമുറ ഇത് മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇതിൽ ആദ്യം ഞാനൊരു ക്ലോസ് ആയിട്ടിട്ട് തരുന്നത് ചെറിയൊരു സംഭവം ഞാൻ പറയാം. ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് മൂന്നാറിലേക്ക് ഒരു നാച്ചുറൽ ക്യാമ്പിന് പോയി. NSSൻ്റെ കുട്ടികൾ, ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. മൂന്നാറിൽ ഒരു ഫോട്ടോ എടുക്കാൻ നിർത്തുമ്പോൾ ഞാനും സ്കൂളിലുള്ള ടീച്ചറും അവിടെ ഇരിക്കുന്നുണ്ട്. കുട്ടികൾ ഗ്രൂപ്പായി നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ ഫോട്ടോ എടുക്കുന്ന ആളുകൾ നോക്കുമ്പോൾ ഒരു 6 ചെറുപ്പക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെ കയ്യിലും ത്രികോണാകൃതിയിൽ ക്യാമറയുള്ള ഒരു ഫോണാണ്. റൗണ്ടാണ്, 3 റൗണ്ട് ഉണ്ട്. ഇപ്പോൾ കുട്ടികൾ സുന്ദരമായിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു പരിചയമില്ല, ഞങ്ങളെ കൂടെ വന്ന ആരുമല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവർ ഫോൺ എടുക്കാൻ കൊടുത്തതാണല്ലോ എന്ന് വിചാരിച്ച് ഫോട്ടോ കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഇത് പറയുന്നത് ന്യൂ ജനറേഷൻ കുട്ടികളും ഓൾഡ് ജനറേഷൻ ആയിട്ട് എന്ന് പറയപ്പെടുന്ന ആളുകളും ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ഇതിലൊരു 2 വശങ്ങളുണ്ട്. ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു, ആരാണ് ആ ഫോട്ടോ എടുത്തതെന്ന് ചോദിച്ചു. സാർ ഞങ്ങൾക്കറിയില്ല, ഇതിലെ പോയപ്പോൾ അവരെ കൊണ്ട് എടുപ്പിച്ചതാണെന്ന് പറഞ്ഞു. ഓ ശരി, ഞാൻ പറയും ഈ ഐഫോണൊക്കെ നമ്മളെ കുട്ടിയൊക്കെ എത്ര എണ്ണം ഉണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ നിങ്ങൾ അവരുടെ കയ്യിൽ ഐഫോണൊന്നും. അല്ല സാർ, അത് ഞങ്ങളുടെ ഫോണല്ല സാർ, അത് അവരെ ഫോണാണ്. അപ്പോൾ അവരാരാ? അല്ല അവരെ ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ മൂന്നാറിലാണ്, ഒരു കോഴിക്കോട് മലപ്പുറം രജിസ്ട്രേഷൻ്റെ വാഹനമൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല കുട്ടികളെ, ഈ ഫോട്ടോ ഇവരെങ്ങാനും മിസ്യൂസ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? സാർ എന്ത് വർത്താനാണ് സാർ പറയുന്നത്? ഇതെന്തോട്ട് വർത്താനാണ് സാറേ? കുട്ടികൾ ചോദിക്കുകയാണ്, എന്നോട് ചോദിച്ചതാണ്. സാർ ഇങ്ങനെ നെഗറ്റീവ് ചിന്തിക്കല്, പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. അപ്പോൾ ഞാൻ പെൺകുട്ടികളെ 6 ആൾക്കാർ 6 എണ്ണത്തിനെ മാറ്റി നിർത്തിയിട്ട് നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ ഫാമിലി ഗ്രൂപ്പിൽ നിങ്ങൾ ഇപ്പം നിന്ന അവസ്ഥയിൽ നിങ്ങളുടെ മേത്ത് വസ്ത്രം ഉണ്ടായിരുന്നു, വസ്ത്രമില്ലാത്ത ഫോട്ടോ ആണ് നാളെ വന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു. അപ്പോഴവർ നിന്ന് കരയാണ്. അപ്പോഴാണ് അവർ ആലോചിക്കുന്നത്. ഇതിൽ 2 പെർസ്പെക്റ്റീവ് ഉണ്ട്. പ്രായമുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ അതൊരു ഓൾഡ് ജനറേഷൻ സംസാരമാണ് എന്ന് ഈ പുതിയ പിള്ളേരെ, പുതിയ കുട്ടികളെ, നമ്മുടെ അനിയന്മാരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഈ സെഷനിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയും അവസ്ഥാവിശേഷവും എന്താണ് എന്ന് തിരിച്ചറിവിൻ്റെ ഒരു ബോധനം നൽകാനാണ് ശ്രമിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പറയപ്പെടാറുള്ളത് ലഹരി വസ്തുക്കളും അതിൻ്റെ ഉപയോഗവും മൂലമാണ് ഇന്ന് യുവത തകർന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വിഷയവുമായിട്ട് നമ്മോട് സംവദിക്കുന്നത് ഷഫീഖ് സാറാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലിട്ടുള്ള ഒരു സംസാരം നിലവിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചില അനുഭവങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ഏത് രൂപത്തിലാണത് മാറ്റേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ ഗഫൂർ തിക്കോട് സാറ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അടിവര ഇട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സെഷൻ ആരംഭിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ ലഹരി എന്തുകൊണ്ടാണ് മുമ്പുണ്ടാകാതെ ഇങ്ങനെ ലഹരി ആധിക്യം ഉണ്ടാവുന്നത്, ലഹരി ഉപയോഗം കൂടുന്നതിൻ്റെ കാരണം, അതുപോലെ ലഹരി ഉണ്ടാക്കുന്ന ഏതൊക്കെ രംഗങ്ങളിലുണ്ടോ അവിടെയൊക്കെ ലഹരി ഒരു വില്ലനാകുന്നു എന്നത് സത്യത്തിലൊരു നമ്മൾ മനസ്സിലാക്കിയുള്ള യാഥാർത്ഥ്യമാണ്. മുമ്പ് കാലങ്ങളിലൊക്കെ ലഹരി ഉപയോഗിച്ചിരുന്നു. സത്യത്തിൽ ഞാനൊക്കെ അനുഭവം ചെറിയ വീടുകളിലൊക്കെ ചെറിയ രൂപത്തിൽ ചില ആളുകളൊക്കെ ലഹരി ഉപയോഗിച്ചു. പക്ഷേ എന്താണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന വിഷയത്തിൽ കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. പണ്ട് കാലങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു കോളേജ് തലത്തിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളിലാണ് ഇത്തരം ലഹരി ഉപയോഗം നമ്മൾ കണ്ടിരുന്നെങ്കിൽ ഇന്ന് ലഹരി ഉപയോഗം കാണുന്നത് 7ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളിലാണ്. അപ്പം അവരിലേക്ക് ഇതിൻ്റെ ലഭ്യത വളരെ തോതിൽ ഇത് എത്തിക്കാനുള്ള ആളുകളുണ്ട് എന്നും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അത് ഉപയോഗിച്ചിട്ടുള്ള എന്തോ പ്രശ്നമാണ് എന്ന് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടി എന്നെ ഒരിക്കൽ ഇങ്ങനെ ഒരു കടയിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് വരുന്ന സമയത്ത് കാണുന്നത് ഇവർ 2 പേരും ഇങ്ങനെ പുക വലിക്കുന്നത് കാണാണ്.
അപ്പോൾ കാണുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ ഹെൽമെറ്റ് മാറ്റി ഉടൻ എന്ത് ചെയ്തു, അവരെന്നെ നോക്കുകയും ചെയ്തു. ഞാനിങ്ങനെ അവരോട് സംസാരിക്കാതെ അവിടെ പോയിരുന്നു. അവർ വേഗം അതൊക്കെ അവിടെ ഒഴിവാക്കിയിട്ട് വേഗം ഓടി വരാം എൻ്റെ അടുത്തേക്ക്. ഞാൻ ഓരോടൊന്നും മണ്ടുന്നില്ല. അവരിങ്ങനെ സാറേ സാറേ എന്ന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ തൽക്കാലം പോയിരുന്നുള്ളൂ, നിങ്ങളോട് വർത്താനം പറയേണ്ടതില്ല, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ അവരെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരെ ഈ പാരൻസ് ഇത് അറിയോ, ഞാനത് മറ്റുള്ള ആളുകൾ അതല്ല ഞാൻ അറിഞ്ഞു എന്നതല്ല പ്രശ്നം, മറിച്ച് ഈ വിവരം എത്രയും പെട്ടെന്ന് അവരുടെ ആടുകളിലേക്ക് ഞാൻ എത്തിക്കുമോ എന്നതാണ് അവരുടെ ഭയം. അപ്പം അതുകൊണ്ട് സാർ സീനാക്കരുത് എന്നാണ് പറയണേ, സീനാക്കരുത്. അപ്പം അവർക്ക് അറിയാം ഇത് സീനാണ് എന്നുള്ള കാര്യം അവർക്കൊക്കെ അറിയാം. അപ്പം സീനാക്കരുത് എന്നതാണ് അവരുടെ ആവശ്യം. എന്നിട്ട് അവർ പറയുന്നത്, ഞാൻ ചോദിച്ചു എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ, സാറിന് അറിയായിട്ടാണ് ഞങ്ങളെ ടെൻഷൻ. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന കുട്ടികൾ പറയുന്നത് സാറിന് അറിയായിട്ടാണ് ഞങ്ങളെ ടെൻഷൻ, ഒരു ആശ്വാസമാണ് കിട്ടുന്നതെന്നാണ്. അപ്പം ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പുക വലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ നിലക്കുള്ള ടെൻഷൻ ഫ്രീ ആണ് എന്ന് ആരോ അവരെന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ രൂപത്തിലേക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ആരും തന്നെ ഇത് ഉപയോഗിക്കുന്ന അങ്ങനെ. അപ്പം അവിടെ ഇത് ഒരു സ്ട്രെസ് റിലീഫാണ്, ഒരു തൽക്കാലത്തിനുള്ള ശമനം നൽകുമെന്ന് അവരെ പഠിപ്പിക്കുകയാണ്. പക്ഷേ നോക്കൂ നിങ്ങൾ, ടെൻഷൻ ഉണ്ടാകുന്ന സമയത്തല്ല ഇത് ഉപയോഗിക്കുകയും അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാവുകയും ചെയ്യുകയും അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് പുറത്തു വരാനാവാത്ത വിധം എന്ത് ചെയ്യുന്നു, ജീവിതമായി ഒരു ബന്ധവുമില്ലാതെ, കുടുംബമായി ബന്ധമില്ലാത്ത, മൊത്തം അവരുടെ കരിയറെല്ലാം തകർത്ത് കളയുന്ന അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് അവർ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അപ്പം ഇതൊന്ന് ടെൻഷൻ കുറക്കുന്നു എന്നതാണ് അവരുടെ ധാരണ. അപ്പം ആ ധാരണ ഇല്ലാതാക്കാൻ നമുക്കറിയാലോ, ടെൻഷൻ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടെൻഷൻ കൂടുതലല്ലേ, ഇതിന് പണം കണ്ടെത്തേണ്ടതും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇതുകൊണ്ടുണ്ടാകുന്ന അനേകം പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടെൻഷൻ ഇങ്ങനെ കൂടുക എന്നതല്ലാതെ ടെൻഷൻ കുറയുന്നില്ല എന്ന് നമ്മുടെ യുവതല മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള കബളിപ്പിക്കലുകൾക്ക് നമ്മൾ വഴി വെച്ച് കൊടുക്കുക അവിടെ ഇല്ല എന്ന് പറയാനാണ്. ഇനി മറ്റൊരു സംഗതി, ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കാണുന്നതിൽ ഇവർ തുടങ്ങുന്നത് തന്നെ എന്താണെന്ന് അറിയാനാണ്. കുറേ ആലോചനയെക്കുറിച്ച് ഇങ്ങനെ നമ്മളിപ്പോൾ മാർക്കറ്റ് പല വിധത്തിലുള്ള വെറൈറ്റി ഫുഡുകൾ നമ്മൾ എന്ത് ചെയ്യും, ടേസ്റ്റ് ചെയ്യും. പല വിധത്തിലുള്ള കുലുക്കി സർബത്തും അതുപോലെ സോഡാ സർബത്തും ഇങ്ങനെ പല റമദാനിലാവുമ്പോൾ പ്രത്യേകിച്ച് എന്തുണ്ട്, കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും ഇങ്ങനെ കൂടെ ഒന്ന് കുടിക്കുമ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ഒന്ന് ടേസ്റ്റ് ചെയ്യാന്നുള്ള നിലക്കാണ് പലരും എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നു, അതിലേക്ക് അഡിക്റ്റ് ആകുന്ന സംവിധാനങ്ങളാണുള്ളത്. മറ്റൊന്ന് കൂട്ടുകാരുടെ, നമ്മളിപ്പോൾ അതിനെടുത്ത് പരിശോധിച്ച പല ആളുകളും ഇത് തുടങ്ങാനുണ്ടായ കാരണം അവരുടെ സൗഹൃദമാണെന്നാണ്. ഒരു കൂട്ടത്ത് കൂടുന്ന കഴിയുമ്പോൾ അതിൽ കുറേ ആളുകൾ ഇത് ഉപയോഗിക്കുന്ന ആളുകളാകുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ വൈബിന് പറ്റിയ ആളല്ല എന്നാണ് സാധാരണ നമ്മളോട് പറയാം. ഈ വൈബിന് പറ്റിയ ആളല്ല, കാരണം ഒന്ന് ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു വൈബ് ആവുന്നത് എന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മളെ കബളിപ്പിക്കുന്നു. അപ്പം വൈബിന് വേണ്ടി അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് അറിയാൻ നിലക്ക് സ്റ്റാർട്ട് ചെയ്യും, പിന്നീട് അതിനടിമപ്പെടുകയും, മറ്റൊന്ന് ഇത് ടെൻഷൻ ഫ്രീ ആണെന്ന് അനുഭവപ്പെടുകയും. മറ്റൊരു സംഗതി, ഇവർ ഇന്ന് നോക്കൂ, നമ്മൾ റോൾ മോഡൽ എന്ന് പറയുന്ന സംഗതികൾ അവർക്കുണ്ടോ? റോൾ മോഡൽ എന്താണ്? അവർ കാണുന്ന റോൾ മോഡലുകൾ ആരൊക്കെയാണ്? അവരുടെ മീഡിയയിലുള്ള, സോഷ്യൽ മീഡിയയിലുള്ള അവർ കാണുന്ന വീഡിയോകൾ, അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ, അവരാരുടെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്, അവരുടെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അതിൽ ചില ആളുകൾ പരസ്യമായി എന്ന് പറയാൻ ഈ ലഹരിയൊക്കെ എന്തിനാണ് ഇത് ഉപയോഗിക്കാതിരിക്കുന്നത്, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യണം, വേണ്ട ആളുകൾ ഉപയോഗിക്കട്ടെ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പരസ്യമായിട്ടുള്ള ഇത് വളരെ നാച്ചുറൽ പ്രൊഡക്റ്റാണ്. കഞ്ചാവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഭൂമിയിൽ നിന്ന് വിളവുണ്ടാകുന്ന ഒരു രാസപദാർത്ഥവും ചേരാത്ത പ്രകൃതിദത്തമാണ്, അതുകൊണ്ട് പ്രകൃതി ഔഷധമാണ് എന്നൊക്കെ പറഞ്ഞ ചില ഇൻഫ്ലുവൻസാണ്. ആരാണ് ഇവർക്ക് ഉള്ള ഡെസിഗ്നേഷൻ? അവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, മറ്റുള്ള ആളുകൾക്ക് ഭയങ്കര പ്രചോദനം നൽകുന്ന ആളുകൾ. മറ്റൊന്ന്, ഇവർ കാണുന്ന ഹീറോകൾ. ഇപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോൾ നമുക്കറിയാം, ഇവർ കാണുന്ന ഹീറോകൾ മുഴുവൻ ആളുകളും ഇത് ഉപയോഗിക്കുന്ന ആളുകളാണ്. അവരുടെ മനസ്സിലുണ്ടാകുന്നൊരു ഹീറോ, അതിന് പ്രത്യേകം എന്തുണ്ട്, സിനിമ ഒരു വില്ലനുണ്ട്. ആ ഭാഗം ശരിക്ക് നമ്മൾ സിനിമയിൽ കാണിക്കുന്ന ഒരുപാട് രംഗങ്ങളിൽ ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യഥാർത്ഥ ആ സിനിമയിൽ കാണുന്ന ഒരു നടൻ്റെ ഇമേജ് പണ്ടത്തെക്കാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രതിസന്ധി എന്ത് ചെയ്യുന്നു, സത്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ സംസാരിക്കും, സിനിമയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമുക്കതൊരു ടച്ച് കിട്ടും. ആ ഭാഗങ്ങൾ സമാഹ് സൂചിപ്പിക്കുന്ന മനസ്സിലാക്കുന്നത്. ശരി, ഇതിൽ ഈ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. പുതുതലമുറയുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ സംഗതി സിനിമയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ തിക്കോടി സാറ് പറഞ്ഞ പോലെ ഫേസ്ബുക്ക് വയസ്സന്മാർക്കും ഇൻസ്റ്റഗ്രാം യുവാക്കൾക്കുമുള്ളത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുതരാം, കൃത്യമായി സിനിമയാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ അഫാൻ കൊലപാതകം നടത്തിയപ്പോൾ ലഹരി വസ്തുക്കളില്ല എന്ന് പറഞ്ഞു. സിനിമ എത്രത്തോളം ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. കേരളത്തിൽ ഈ അടുത്ത് നടന്ന കൊലപാതകങ്ങളിലെ ക്രൂരതയാണ് സിനിമ എത്രത്തോളം കുട്ടികളിൽ അവരത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം, ഒരു വിഷ്ണുപ്രിയ കൊലപാതകം ഉണ്ടായിരുന്നു. വിഷ്ണുപ്രിയ കൊലപാതകം, ആ കൊലപാതകത്തിൻ്റെ ആ കേസന്വേഷണത്തിനൊടുവിൽ ആ പ്രതി തന്നെ സമ്മതിച്ചാണ് അഞ്ചാം പാതിര എന്ന് പറയുന്ന ഒരു സിനിമയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഞാൻ ആ രൂപത്തിൽ കൊല ചെയ്യാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ ഡൽഹിയിൽ ഒരു മനുഷ്യനെ കൊന്നത്, ഒരാളെ കൊന്നത് പുഷ്പ എന്നുള്ള സിനിമ കണ്ടിട്ട് അതിലെ ഹീറോയാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ശിവപ്രസാദ് എന്ന് പറയുന്ന 19 വയസ്സുകാരൻ ഒരു കൊല നടത്തിയത് 5 പേരെയാണ് കൊല നടത്തിയത്. അയാൾക്ക് ഇൻസ്പയറേഷൻ വന്നത് KGF എന്നുള്ള സിനിമ കണ്ടിട്ടാണ്. വലിയ അറിയപ്പെടുന്ന നടന്മാർ അഭിനയിക്കുന്നത്, അവർ ലോകത്ത് സമ്പത്ത് മുഴുവൻ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം അമ്മക്ക് വാക്ക് കൊടുത്തിട്ടാണ് ആളുകളെ കൊല്ലുന്നത്. നഷ്ടപ്പെട്ടു പോയൊരു സ്വർണത്തിൻ്റെ തളികക്ക് പോലും ഒരു പോലീസ് സ്റ്റേഷൻ മുഴുവൻ വെടിവെച്ച് നിരത്തുമ്പോൾ കുട്ടികളുടെ ഉള്ളിലുണ്ടാകുന്ന ഇൻസ്പിരേഷൻ മറ്റൊരു തരത്തിലേക്കാണ്. 5 പേരെ കൊന്നത് ഞാനൊരു ഗാങ്സ്റ്ററാണ് എന്ന് എൻ്റെ നാട്ടിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് ശിവപ്രസാദ്. അതുപോലെ തന്നെ UP ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. ആ പെൺകുട്ടിയെ ഒരു തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ആ ഇഷ്ടമൊന്നും അവൾക്കും അറിയില്ല, അവൾക്ക് ഇങ്ങോട്ടുമില്ല. പക്ഷേ ആ കുട്ടിയുടെ വിവാഹം നടന്നു കഴിഞ്ഞപ്പോൾ കബീർ സിംഗ് എന്നുള്ള സിനിമയിൽ നിന്ന് ഇൻസ്പിറേഷൻ കണ്ടിട്ട് ആ പെൺകുട്ടിയെ കൊലപാതകം നടത്തിയിട്ട് ആ സിനിമയിൽ ഒരു ഡയലോഗ് ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് അയാൾ പറഞ്ഞത്, എനിക്ക് കിട്ടുന്നില്ല എങ്കിൽ മറ്റൊരാൾക്കും അത് കിട്ടരുത് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ആ കുട്ടിയെ കൊലപാതകം ചെയ്തു എന്നുള്ള. അഫാൻ്റെ കൊലക്കേസിൽ ആ പോലീസുകാരൻ പറയുന്നത്, ആ സ്റ്റേഷനിലേക്ക് ആ കുട്ടി വരുന്നത്, അഫാൻ വരുന്നത് അവൻ്റെ കയ്യിലുള്ള എന്തോ ഒരു വസ്തു കറക്കിയിട്ടാണ്. എന്നിട്ട് പറഞ്ഞു 3 എണ്ണം എന്തായാലും തീർന്നിട്ടുണ്ട്, ബാക്കി 3 എണ്ണം ഇപ്പം തീരും സാറേ എന്ന് പോയി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷന്. ഇത് സിനിമയിൽ കൃത്യമായിട്ട് കൊലയാളി അയാളുടെ കയ്യിലുള്ള വല്ല മാഗ്നറ്റോ അല്ലെങ്കിൽ ഒരു ചെയിനോ കറക്കി വരുന്നു. ഇത് കുട്ടികളിൽ വരുന്ന മാറ്റം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത് മലയാള സിനിമയിൽ തന്നെ ഇറങ്ങി ഒരുപാട് സിനിമകളുണ്ട്. റമദാൻ മാസത്തിൽ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടതാണ്. മലയാള സിനിമയിൽ ഈ അടുത്തിറങ്ങിയപ്പെടുന്ന ഏറ്റവും വയലൻസ് എന്ന് പറയപ്പെടുന്ന മാർക്കോ എന്നുള്ള സിനിമ, റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ പണി എന്ന് പറയുന്ന സിനിമ, ഇതിലെല്ലാം വയലൻസിനെ കേന്ദ്രീകരിക്കുന്നു. അതും മികച്ച നടന്മാർ. ബോഗൺവില്ല എന്നുള്ള സിനിമ, ഇതെല്ലാം മികച്ച നടന്മാർ, ഏറ്റവും നല്ല നടന്മാർ, അവാർഡ് കിട്ടിയ നടന്മാർ, എല്ലാവരും അംഗീകരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് കയറുകയാണ്. ഇത് സിനിമയുടെ അഡിക്ഷനാണ്. പല കൊലപാതകങ്ങളും സിനിമ കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കും എന്ന് പൂർണ്ണമായി ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരാൾ ഒരു സമയത്ത് കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട് എങ്കിൽ ഈ സിനിമ കാണുന്നത് നല്ലതും ചീത്തതും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് സിനിമ കാണാനോ അതല്ല എങ്കിൽ ആ സിനിമയിൽ നിന്ന് മക്കൾ ഇന്ന് കാലഘട്ടത്തിൽ ഏറ്റവും ചെയ്യേണ്ടത് യുവജനമുറ ഈ കാണപ്പെടുന്ന സിനിമകൾ കാണരുത് എന്നുള്ളതാണ്. കൊറിയൻ സിനിമയാണ് കുട്ടികൾ കാണുന്നത്. അതുപോലെ തന്നെ സ്പാനിഷ് മണി ഹീസ്റ്റ് സിനിമ കണ്ടിട്ട് ഒരുപാട് കൊലപാതകവും അക്രമവും കൊള്ളയും നടന്നിട്ട് ഈ സിനിമയിലെല്ലാം കാണിക്കുന്നത് ഇങ്ങനെയാണ്, പണക്കാരനാകുന്ന രീതിയാണ്. മക്കൾ അതാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കും. അതുപോലെ തന്നെ റീല് കാണുക എന്നുള്ളത്, റീൽസ് എന്ന് കാണുക എന്നുള്ളത്, ഇതിലേറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചോദിക്കും, സാറേ ഞങ്ങളുടെ കാലത്ത് ഇതൊക്കെ തന്നെയല്ലേ ട്രെൻഡ് എന്ന് ചോദിക്കും. ഈ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ ഒരു കുട്ടി മൊബൈൽ ഒരു ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുമ്പോൾ 60ഓളം റീൽസുകളാണ് കാണുന്നത്. നിങ്ങൾ മക്കളെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ടാകും.
മക്കളെ കയ്യിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട് മക്കളെ കയ്യിൽ മൊബൈൽ കൊടുക്കും. ആ കുട്ടികൾ കാണുന്ന റീല് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 60 റീല് കാണുന്ന കുട്ടി അയാളുമായിട്ട് 60 പേരെയാണ് കമ്പയർ ചെയ്യുന്നത്. അയാൾക്ക് ഇന്നതുണ്ട്, അയാൾക്ക് ഇന്നതില്ല. എന്നോട് എൻ്റെ സ്കൂളിൽ ഒരു കുട്ടി വന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു ചെരുപ്പ് ഇങ്ങനെ വല്ലാതെ പൊട്ടി കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചോടാ ചെരുപ്പ് വാങ്ങിയിട്ടില്ല ചോദിച്ചു. പറഞ്ഞു കുറച്ചുകൂടി പൈസ സെറ്റ് ആവാണ്ട് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 100-200 ആണെങ്കിൽ ഞാൻ തരാം, പോയി ചെരുപ്പ് വാങ്ങിക്കോ. അല്ല സാർ കുറച്ചുകൂടി വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു നിൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? അപ്പോൾ ഒരു 300 രൂപ ഉണ്ട്. ഞാൻ പറഞ്ഞു 200 ഞാൻ തരാം, ഒരു 500 രൂപക്കൊക്കെ ചെരുപ്പുണ്ട്, ഞാനൊക്കെ ഉപയോഗിക്കണം 350 എന്നൊക്കെ പറഞ്ഞു. അല്ല സാർ അതല്ല, ഞാൻ വേറെ ചെരുപ്പ് ഞാൻ കണ്ടുപോയി അപ്പോൾ അത് ആരും ഉപയോഗിക്കണം? അപ്പോൾ അതൊരു നടൻ ഉപയോഗിക്കണം, എൻ്റെ ഒരു കോപ്പിയാണ്, പക്ഷേ എനിക്കത് മതി, എന്നാലും അത് മതി. അല്ലേ പറയടാ പൈസ അല്ലല്ലോ, 500 രൂപ 200 ഞാൻ തരാം, 300 നീ ഇനി ചെരുപ്പ് വാങ്ങിക്കോ. അപ്പോൾ പറയില്ല സാർ എനിക്കത് മൈൻഡിൽ കയറിപ്പോയി. ഇപ്പോൾ ഈ 60 റീല് കാണുന്ന കുട്ടി, നിങ്ങൾ ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് മക്കൾ ശ്രദ്ധിക്കണം. 60 റീലിൽ നിങ്ങൾ 60 ആളുകളെ, റിയാലിറ്റി അല്ലാത്ത 60 പേരെ റിയലായ നിങ്ങളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം വരുന്നുണ്ട്. വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ റീലിൽ സന്തോഷമുള്ള റീലുണ്ട്, സങ്കടമുള്ള റീലുണ്ട്, ഭയങ്കര പ്രശ്നമുള്ള റീലുണ്ട്, ഒന്നുമില്ലാത്ത റീലുണ്ട്. ഒരു മനുഷ്യൻ്റെ മനസ്സ് പല മേഖലകളിലേക്കും ഇങ്ങനെ മാറി മറിയാന്നുള്ളത് കോൺസ്റ്റൻ്റായിട്ട് നിൽക്കാൻ കഴിയില്ല. ഇങ്ങനെ ഈ റീൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് ഭയങ്കര ആകാംക്ഷ കൂടും. ശ്രദ്ധിക്കണം, നിങ്ങളുടെ മക്കളിൽ അങ്ങനത്തെ ഉണ്ട് എങ്കിൽ ശ്രദ്ധിച്ചോ, ആകാംക്ഷ നന്നായിട്ട് കൂടും. രണ്ടാമത്, ഉറങ്ങാൻ പ്രയാസം ഉണ്ടാകും. രാത്രി നേരം വൈകിട്ടാണ് മക്കൾ ഉറങ്ങുന്നത് എങ്കിൽ അവർ റീൽ അഡിക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിപ്രഷൻ ഉണ്ടാകും, പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്നൊരു മൂലക്ക് മാറിയിരിക്കുക, ആരോടും മിണ്ടാതിരിക്കുക എന്നുണ്ടാവും. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് ദേഷ്യം വരിക, ദേഷ്യപ്പെടുക. ഈ കുട്ടി റീലിൽ കാണുമ്പോൾ അതിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ ഈ ദേഷ്യപ്പെടുന്നത് എൻ്റെ അമ്മനോടാണ്, എൻ്റെ ഉമ്മയോടാണ് എന്ന് തിരിച്ചറിയാനുള്ള സെൻസ് അവർക്ക് അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമ റീലുകൾ ഉണ്ടായിരിക്കെ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് യുവതലമുറ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇതോടൊപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരുപാട് വശങ്ങളുണ്ട്. ഇത് എങ്ങനെയാണ് കുട്ടികളിൽ ഇങ്ങനെ ട്രെൻഡ് സെറ്റ് വരുന്നത് എന്നുള്ളതുണ്ട്. അതിനെക്കുറിച്ച് സുമയ്യ കൂടുതൽ സംസാരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ പറഞ്ഞു വെച്ചത് ട്രെൻഡ് എന്നുള്ളൊരു വേർഡിനെ പറ്റിയാണ്. നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ ഒരു ജനറേഷന് അല്ലെങ്കിൽ മറ്റൊരു ജനറേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കണമല്ലേ, എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു വേർഡാണ് ഈ ട്രെൻഡ്. ശരിക്കും വാട്ട് ഈസ് എ ട്രെൻഡ്, അല്ലെങ്കിൽ എന്താണ് ആ ട്രെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ശരിക്കും ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദിശയിലേക്ക് ഒരു മാസീവായിട്ടുള്ള ആളുകൾ, അതായത് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നതിനെയാണ് നമ്മൾ ഈ ട്രെൻഡ് എന്ന് പറയും. അത് പല കാര്യങ്ങളാവാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡ്രസ്സിങ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരാൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്നു, എന്നാൽ പിന്നെ ഒരു വലിയ കൂട്ടം നമ്മുടെ സൊസൈറ്റിയിലെ ആളുകൾ ആ ഒരു ദിശയിലേക്ക് തന്നെ ഒഴുകിയെത്തുകയാണ്. ഇതിനെയാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പാറ്റേൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കൂട്ടം ആളുകൾ ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന ട്രെൻഡ് സെറ്റേഴ്സായി മാറുന്നുണ്ട്, മറ്റൊരു കൂട്ടം ആൾക്കാർ ട്രെൻഡ് ഫോളോവേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ട്രെൻഡ് സെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ സമാക പറഞ്ഞ പോലെ സെലിബ്രിറ്റീസാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇതുപോലെ സിനിമ നടന്മാർ, നടികൾ, അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന ഒരു ടൈറ്റിലിൽ ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടുക എന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിലേക്കുള്ള ആളുകളെയാണ് നമ്മളിന്ന് നമ്മുടെ റോൾ മോഡൽസ് ആയിട്ട് പലപ്പോഴും എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന പോലെ സിനിമകളിലായിക്കോട്ടെ, മറ്റു പല അവരുടെ ഇൻ്റർവ്യൂസിലും കാര്യങ്ങളിലൊക്കെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ ഇവരുടെ റിയാലിറ്റി ഇതാണ്, അവരെ കാണുമ്പോൾ എല്ലാവരും അവർക്ക് അറ്റൻഷൻ കൊടുക്കുന്നു, അവരെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു, അവരുടെ ലൈഫ് എപ്പോഴും അടിപൊളിയാണ്, അതുകൊണ്ട് തന്നെ അവരെ ഇമിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ പോലത്തെ ഒരു ലൈഫാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്ന, അതാണ് ശരിക്കും ഈ ഒരു ജനറേഷൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിൽ ഉണ്ടായി വരുന്നത് ഒരു ഞാൻ എന്നൊരു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ സ്വപ്നം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അയാളായി മാറുക, അല്ലെങ്കിൽ അയാളെപ്പോലെ ആയി മാറുക എന്നുള്ള ഒരു ഇമിറ്റേഷൻ ടെൻഡൻസിയാണ് നമ്മളിൽ വളർന്നു വരുന്നുണ്ടാവുക. അപ്പം നമ്മൾ ചോദിക്കും, ഇത്രത്തോളം ട്രെൻഡൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ സംഭവമൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് കാലം മുമ്പ് വരെ പെരുന്നാൾക്ക് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ പേര് പറഞ്ഞിട്ട് കടയിൽ പോയി പറയാം, ഈ സിനിമയിലെ ഡ്രസ്സ്, അതായിരുന്നു ആ കാലഘട്ടത്തിലെ ട്രെൻഡ് എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു സിനിമയുടെ പേര് പറഞ്ഞിട്ട് അവിടെ പറയുന്നില്ല എന്ന് ചോദിച്ചാൽ,
മലയാള സിനിമ എന്നുള്ള ആ ഒരു ബൗണ്ടറീസിൻ്റെ അപ്പുറത്തേക്ക് ഇന്ന് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എല്ലാ സിനിമകളും കാണുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ കൊറിയൻ ഗ്ലാസ് സ്കിൻ കെയർ റുട്ടീൻ ഇതുപോലുള്ള സംഭവങ്ങളായിരിക്കും ഇപ്പം നമ്മൾ കുറച്ചും കൂടി യൂസ്ഡ് ആയിട്ടുള്ളത്. അതായത് ഇത് ഇപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നമുക്കത് വേറെ തന്നെ എടുത്ത് കാണാൻ പറ്റും. ഓക്കെ, ഡ്രഗ്സ് യൂസ് ചെയ്തത് കൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു ക്രൈം ചെയ്തത്, അല്ലെങ്കിൽ ആ കുട്ടി ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്. അത് ഏതൊരു സാധാരണക്കാരനും ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ഈ ഒരു ട്രെൻഡ്, അതുപോലെയുള്ള ഈ മാറി മാറി വരുന്ന ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അത് ഏതൊരു സാധാരണക്കാരൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നതാണ്. ഇപ്പം നമ്മൾ പറയും കോളേജസിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മാറി വരും. നമ്മൾ കുട്ടികളൊക്കെ അല്ലെങ്കിൽ നമ്മൾ കോളേജസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഉമ്മാരും ഉപ്പാരും ഭയങ്കര പ്രൗഡായിട്ട് ചുറ്റുള്ള ആൾക്കാരോടൊക്കെ പറയും, അവളിപ്പോൾ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി, അവൾക്കിപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. എന്താണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ ട്രെൻഡാണത്. അതായത് ഏതൊരു കാര്യത്തിനും അവർ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കാതെ, അല്ലെങ്കിൽ അതിനങ്ങനെ ഒരു ഏതൊരു കാര്യം കേൾക്കുമ്പോഴും അതിനെ നിങ്ങളായി വിലയിരുത്തണം എന്ന് പറഞ്ഞു കൊടുക്കാതെ അതൊരു എക്സ്ക്യൂസായി എടുക്കുകയാണ്. അതായത് അതൊരു ട്രെൻഡിൻ്റെ ഭാഗമാണ്. ഇപ്പം എല്ലാ കുട്ടികളും അങ്ങനെയല്ലേ, അതുകൊണ്ട് ഇപ്പോഴും അവളും അത് തന്നെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ വീടുകളിലെ തന്നെ പാരൻസ് അതൊരു റീസണായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ശരിക്കും നമ്മളെ കോളേജുകളിൽ ഈ പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞു വരുന്ന വാക്കുകളും സംസാരങ്ങളും ചില സമയത്ത് നമ്മൾ പറയും ഇമ്മാക്കും ഉപ്പാക്കും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അത്രയും വലിയ വലിയ കാര്യങ്ങളാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കാറുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സ്, LGBTQ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ പത്രത്തിലൊരു ഇൻസിഡൻറ്റ് വരുമ്പോൾ നമ്മളമ്മമാരൊക്കെ പറയും എന്തൊക്കെയോ എവിടെയൊക്കെയോ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണെന്ന് പറയും. പക്ഷെ നിങ്ങളെ മക്കളോട് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു വരും എന്താണ് L, എന്താണ് G, എന്താണ് B, ഓരോരോ ലെറ്റേഴ്സും ഉദ്ദേശിക്കുന്ന കാറ്റഗറി, എന്താണ് ജെൻഡർ എന്നുള്ള ഡെഫിനിഷൻ നിങ്ങളെ വീട്ടിൽ ഏറ്റവും നന്നായി അറിയാം നിങ്ങളുടെ മക്കൾക്കാണ്. കോളേജിൽ പോകുന്ന കുട്ടികൾക്കാണ് അത് ഏറ്റവും നന്നായിട്ട് അറിയാം. ഈ പറഞ്ഞതുപോലെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ പ്രോഗ്രാംസിനൊക്കെ വരുമ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ചേഞ്ച് അവരിൽ കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ പുറത്താണ് പഠിക്കുന്നത്, അപ്പോൾ അവൾ ആ ഒരു കാറ്റഗറിയിലേക്ക് മൂവ് ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതായത് നമ്മുടെ കൈകളിലൊന്നും നിൽക്കുന്നില്ല, അവർ ഫോളോ ചെയ്യുന്നൊരു കാറ്റഗറി ഓഫ് ആളുകളുണ്ട്. അവരൊന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വിളിക്കുക എന്നുള്ളത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് പലപ്പോഴും പാരൻസ് പറയുന്നത്. അത്രത്തോളം ഈ സോഷ്യൽ മീഡിയയും ഈ പറയുന്ന സെലിബ്രിറ്റീസും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോളേജിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന ട്രെൻഡ് കുറച്ച് ഹൈ ലെവലാണ്. ഈ പറഞ്ഞ പോലെ ജെൻഡർ പൊളിറ്റിക്സ് പോലെ നമ്മുടെ സൊസൈറ്റിയിൽ നോർമലി ഉണ്ടായി വരുന്ന ട്രെൻഡ്സ് പലതും അത് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഫോളോ ചെയ്യുന്നതാണ്. ഒരുപാട് സെലിബ്രേഷൻസ്, പണ്ട് വീടുകളിൽ ഉണ്ടാകുന്ന പരിപാടി ഒരു കല്യാണം, ഒരു മുടി കടച്ചിൽ, അതുപോലെ തന്നെ ഒരു നിക്കാഹ് സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ 3 ഫംഗ്ഷനാണ്. ഇന്ന് കല്യാണം തന്നെ ഒരു 10 ഫംഗ്ഷനായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യണം. ഇതിൻ്റെ ഫിനാൻസിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ഒരു വീട്ടിലെ ഉപ്പയാണല്ലോ. അപ്പോൾ ഒരു കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ ആ ഉപ്പ കട എടുക്കണം, അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തിട്ട് വേണം അത് നടക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വീട്ടിലെ താളം മൊത്തം തെറ്റിയാണ്, മോളാകെ പ്രശ്നമാക്കി, വീട്ടിൽ മൊത്തം സ്ട്രെസ്സായി. കാരണം അപ്പുറത്തെ വീട്ടിലെ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ ആളുകൾ അത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ അവളെ ഫ്രണ്ട്സ് അത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളും അത് ചെയ്യാണ് എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നതും നമ്മളെ ഈ സോഷ്യൽ മീഡിയയുടെ ഉള്ള ഒരു മാനിയ പോലെയുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഭ്രമം. നമ്മുടെ ലൈഫിൻ്റെ ഉണ്ടാകുന്ന ചെറുതോ വലുതോ ആയ സന്തോഷങ്ങളായിക്കോട്ടെ അത് ലോകത്തോട് വിളിച്ച് പറയാം, അല്ലെങ്കിൽ ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവരും അറിയിക്കാനുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ത്വര എല്ലാവരിലും വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ വളരെ സീക്രട്ടീവായി വെച്ചിട്ടുള്ള അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്ന് യൂട്യൂബിലെ വ്ളോഗ് എന്നുള്ള പേരിൽ ഭയങ്കരമായിട്ട് അതൊരു അനൗൺസ്മെൻറ്റും റിവീലിങ്ങും ആയിട്ട് വന്നിട്ട് അതിൻ്റെ താഴെയുള്ള വ്യൂവേഴ്സിൻ്റെ എണ്ണം 1 മില്യണും 2 മില്യണും ആയിട്ടുള്ളത്. ഈ 1 മില്യണും 2 മില്യണും വരുന്ന ആളുകൾ നമ്മൾ പലരുമാണ് അത് കാണുന്നത്. അതായത് നമ്മളത് എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. എന്നിട്ട് ഇപ്പോൾ പലപ്പോഴും ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് ഉമ്മമാരെ സീറ്റിൻ്റെ അവിടെ നിന്ന് അവരിരുന്ന സമയത്ത് നീ ലാസ്റ്റ് വന്ന വ്ളോഗ് കണ്ടിട്ടുണ്ടായിരുന്നോ, അവളെ കുട്ടി പ്രസവിച്ചു. പക്ഷെ അതെങ്ങനെയാണ് അവരെ വീട്ടിലെ കുട്ടി പ്രസവിച്ചതും അവരെ മുടി കളഞ്ഞതും എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായത് എന്നാലോചിച്ചേക്കാം. സോ ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് അവരനുസരിച്ച് തുള്ളുന്ന ഒരു കോമാളികളായി മാറുക എന്നുള്ളൊരു സിറ്റുവേഷൻ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയ കുട്ടികളെ അവരെ വളർത്തിയിരിക്കുന്ന ഒരു രീതിയുണ്ട്. അവർ ഓട്ടോമാറ്റിക്കലി അവരെ രീതിയിൽ അവരൊരു കണ്ടീഷൻ ഉണ്ടാവും. അവരെന്ത് പറഞ്ഞു കൊടുക്കുന്നോ ആ കാര്യത്തോടെ അവർ കണ്ടീഷൻ ഉണ്ടാവും.
ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടി ഫോൺ കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ പലരും. ഇപ്പോൾ പറയും ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവന് കുറേ അധികം നേരം നല്ല കുട്ടിയായിട്ടിരിക്കുന്നു. പക്ഷെ അതിനൊരു മറ്റൊരു പദം എന്ന് പറയുന്നത് ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അവൻ എത്രത്തോളം അഗ്രസീവ് ആവും എന്നുള്ളത് നമ്മൾ ഞോട്ടിയാറില്ല. അപ്പോൾ എന്ത് കാര്യം കുറച്ച് വയലൻസ് കാണിച്ചാൽ, കുറച്ച് അഗ്രസീവ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവരെ പ്രായം കഴിയും തോറും, അവരിങ്ങനെ വളർന്നു വരും തോറും അവരുടെ ചുറ്റുപാടിലുള്ള ഓരോ ഇഷ്യൂസ് മാറണം. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് പൈസയാവും വേണ്ടത്. ഈ പറഞ്ഞതുപോലെ ഷൂസ്, അതുപോലെ ഷർട്ട്, ഈ അവരുടെ ആവശ്യങ്ങൾ നീടി ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് പാരൻസിനോട് അവർ ചോദിക്കുന്നതിൻ്റെ ടോണും മാറി വരും. റീസെൻ്റ്ലി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു പോസ്റ്റ് ഉണ്ട്. അതായത് ഈ പറഞ്ഞതുപോലെ ഡ്രഗിൻ്റെ യൂസേജ് കൂടുമ്പോൾ അതിന് സിനിമയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് പാരൻറ്റിങ്ങും വളരെ വലിയൊരു ഫാക്ടറാണെന്ന്. ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് കല്യാണം എന്നുള്ളതൊരു ഔട്ട്ഡേറ്റഡ് ട്രെൻഡാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് നല്ലൊരു പാരൻസ് ഉണ്ടാവുക, എങ്ങനെ ഒരു പാരൻറ്റിങ് അവിടെ നടത്തുക എന്നുള്ള കാര്യം ഈ പറയുന്ന ആളുകൾ ആലോചിക്കുന്നില്ല. പക്ഷേ നമ്മളെ ഫോളോ ചെയ്യുന്ന ട്രെൻഡ് എന്താ? കല്യാണം കഴിക്കാതിരുന്നാൽ അത്രയും കാലം ഞാൻ ഹാപ്പിയാണ്. ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ ചുറ്റുമുള്ളിടത്തോളം കാലം ഒരിക്കലും പിന്നെ എങ്ങനെയാണ് അടുത്ത ജനറേഷന് ഗുഡ് പാരൻസ് ഉണ്ടാവുക എന്നുള്ള കാര്യം ഒരു ചിന്ത അവിടെ വരുന്നേ ഇല്ല. ശരിക്കും അതിനുള്ള ഓരോ റീസൺസും അവർ പറയുന്ന ഓരോ മുട്ടുന്യായങ്ങളും നമ്മളെടുത്ത് അതിനെ റിസോൾവ് ചെയ്യാൻ വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ കല്യാണ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതൊരു ഹാപ്പി അല്ല, അതിനെനിക്ക് കുറേ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് റീസണുകളാണ് ഇപ്പോഴുള്ള കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിലുള്ള കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കുന്ന ലിബറലിസ്റ്റ് വാദികളുടെ കൃത്യമായിട്ടുള്ള, നമ്മൾ വിചാരിക്കും ഇതൊരു നോർമലായിട്ടിങ്ങനെ നിഷ്കളങ്കമായിട്ടിങ്ങനെ സമൂഹത്തിലും മെല്ലെ മെല്ലെ വരുന്ന അല്ല, കൃത്യമായിട്ട് അവരുടെ അജണ്ടകൾ നമ്മുടെ ക്യാമ്പസുകളിലാണ്, ഇത് കുട്ടികളിലാണ്, കോളേജ് കുട്ടികളിലാണ് ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അവർ വെക്കുന്ന ഒരു കുറച്ച് റീസണുകളുണ്ട് എന്തുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡേറ്റഡ് ട്രെൻഡായി മാറി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിവാഹം കഴിച്ചാൽ ഈ ഒരാളിൽ മാത്രം കമ്മിറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഒരുപാട് റീസണുകൾ അതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ നമ്മുടെ ലൈഫിനെ തന്നെ ആ ഒരൊറ്റതിൽ സ്പോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പസുകളിലേക്ക് ഇതിൻ്റെ വിഷവിത്തുകളെ അവർ പാകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അവർ പറയുന്ന ഏറ്റവും മെയിനായിട്ടുള്ള കുറച്ച് റീസൺസ് നമുക്കെടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് അവർ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഇൻഡിവിജ്വലിസം എന്നാണ്. ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തി കേന്ദ്രീകൃതവാദം എന്നാണ്. അതായത് ഒരു സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരൊറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കോ അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അഭിപ്രായങ്ങളും തൻ്റെ മനസ്സിലാക്കലുകളും തൻ്റെ ആഗ്രഹങ്ങളും എല്ലാമാണ് വലുത്. സമൂഹം എന്നുള്ളതിന് യാതൊരു പ്രാധാന്യവുമില്ല. താൻ എന്നൊരു വ്യക്തിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അത് സമൂഹത്തിലേക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്താലും എങ്ങനെ എഫക്റ്റ് ചെയ്താലും അതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ താൻ എന്ന വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ടാവണം, തൻ്റെ ജീവിതത്തിൽ ആരും കയറി ഇടപെടരുത്. അങ്ങനെയുള്ളൊരു വാദമാണ് ഈ ഇൻഡിവിജ്വലിസം പുറത്തു കൊണ്ടുവരുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്താ ഓരോ വ്യക്തിക്കും ഓരോ സ്വാതന്ത്ര്യം കൊടുക്കല്ലേ, എന്താ അതിലൊരു മോശം എന്നുള്ളത്. പക്ഷേ അതിനെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിവിജ്വലിസം നമ്മുടെ ഓരോ മക്കളിലേക്കും എത്തുമ്പോൾ, നമ്മുടെ ബന്ധങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ വരുന്നത് വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് ഒരു വ്യക്തിയല്ല വിവാഹ ജീവിതത്തിലുള്ളത്, രണ്ടു പേര് അല്ലെങ്കിൽ ഒരു കുടുംബം, ഒന്നിലധികം ആളുകൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു മേഖലയാണ് വിവാഹബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൺസിഡറേഷൻ കൊടുക്കേണ്ടി വരും. അയാൾക്ക് വേണ്ടി ചിലപ്പോൾ നമ്മുടെ സമയങ്ങളെ ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ സമയത്തെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള നമ്മുടെ ടാസ്കുകൾക്കപ്പുറത്തേക്ക് മറ്റൊരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? അതിൽ കയറി ഇടപെടാനുള്ളൊരു ചാൻസ് കൊടുക്കുകയാണ്, ഒരു കൺസിഡറേഷൻ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുന്നത് എന്തോ ഒരു വലിയൊരു മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെ തകർക്കുകയാണ് അവിടെ ചെയ്യുന്നത്. കാരണം നമ്മുടെ പേഴ്സണലി ഉള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സമയമാണ് അവിടെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം കാര്യത്തെ തന്നെ എന്ത് ചെയ്യാണ്? ഒരു തകർച്ച വരികയാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് വല്ലാണ്ട് രൂപത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു വാക്കാണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പോലും നമ്മുടെ പരസ്പരം, ഒരാളൊറ്റക്കല്ല, പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പോലും എന്താണ് വളരെ മോശമായിട്ടുള്ള, ഇന്നത്തെ കാലത്തൊന്നും അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന രൂപത്തിലേക്കാണ് ആ ചിന്തകളൊക്കെ അവർ ഇട്ടുകൊടുക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ ട്രെൻഡിനനുസരിച്ച് മാറാത്ത ഒരാളാണ് എന്ന ചാപ്പ കുത്തുന്നതിലേക്ക് അത്
വരുന്നതാണ്. രണ്ടാമത്തെ ഒരു കാരണം ഇവർ പറഞ്ഞു വെക്കുന്നതാണ് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ചില പാരൻസിനൊന്നും ചിലപ്പോൾ വാക്കുകൾ കേട്ടതായിട്ട് പോലും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ടോക്സിസിറ്റി, അല്ലെങ്കിൽ എന്താണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പോലും അല്ലെങ്കിൽ കൺസിഡറേഷൻ കൊടുക്കുന്നത് പോലും എന്താണ് ഒരു ടോക്സിക് റിലേഷൻ. ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ ദ്രോഹമായിട്ട് ബാധിക്കുക, അല്ലെങ്കിൽ നമ്മളൊരാളെ വളർത്താൻ കഴിയാത്ത രൂപത്തിലുള്ളൊരു ബന്ധങ്ങളെയാണ് ഈ ടോക്സിക് എന്ന് യഥാർത്ഥത്തിൽ പറയുക. പക്ഷേ ഈ ഒരു വാദം കൊണ്ടുവന്നിട്ട് കുട്ടികളുടെ മുന്നിൽ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇന്നൊരു ദിവസത്തേക്ക് പോകുന്നുണ്ട്, അപ്പോൾ നമ്മുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിലെ ആളോ പറയാണ് ഇന്ന് പോണ്ട നാളെ പോയാൽ മതി എന്ന് പറയുമ്പോൾ അതൊരു ടോക്സിക്കാണ്. അതൊരു ടോക്സിക്കാണെന്ന് പറഞ്ഞ് അവർ പഠിപ്പിക്കുകയാണ്. ശരിക്കും എന്താണ് അവർ പറയുന്നത്? എന്താണ് ഇന്ന് പോകണ്ട, ഇന്ന് പോയാൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, നാളെ പോയാൽ ചിലപ്പോൾ ഒന്നുകൂടി സ്മൂത്തായിട്ട് പോകും. പക്ഷെ അതുപോലെ കേൾക്കാൻ നമുക്ക് സമയമില്ല. അതൊരു ടോക്സിക് റിലേഷൻഷിപ്പായിട്ട് മാറിയും ടോക്സിക്കായിട്ട് ആ ടോക്സിസിറ്റി അവിടെ വളച്ചൊടിക്കുകയും അതിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റ് ഫോബിയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഒരാളിലേക്ക് മാത്രം ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്താ സ്വാഭാവികമായിട്ടും റെസ്പോൺസിബിലിറ്റികൾ ഉണ്ടാവും. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റികളിൽ നിന്നും കമ്മിറ്റ്മെൻറ്റിൽ നിന്നുമൊക്കെ ഉള്ളൊരു ഒളിച്ചോടൻ, ഫോബിയ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇറേഷണൽ ഫിയർ എന്നാണ് അവിടെ. അതായത് ആവശ്യമില്ലാത്തൊരു സംഗതിയെ പേടിക്കുക. ഒരു ഇപ്പോൾ ഫോബിയ, ഹൈറ്റിനെ ഫോബിയുള്ള പേടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഹൈറ്റിനെ എന്താണ് ശരിക്കും നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഹൈറ്റിനെ പേടിയുള്ള ആളുകൾ അവിടെ പോയി ജമ്പ് ചെയ്യുക, അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോബിയയിൽ നിന്ന് നമുക്ക് തിരിച്ച് വരാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് ഫോബിയകളും റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള, ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത എൻ്റെ ലൈഫ് മൊത്തം ഇങ്ങനെ എനിക്കെന്തൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റും, ഞാൻ എൻ്റെ കാര്യം വെച്ച് പോകാം, അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളൊരു സംഗതിയിൽ നിന്നും കുട്ടികളെ അത് വലിയൊരു ഭയങ്കര ബേർഡനായിട്ടുള്ളൊരു സംഗതി ആയിക്കൊണ്ട് മാറ്റുന്നൊരു കാലം. ഇപ്പോഴത്തെ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് അവകാശങ്ങളെ പറ്റിയും സ്വാതന്ത്ര്യത്തെ പറ്റിയും മാത്രം സംസാരിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് അറിയുന്നില്ല കടമകളും കടപ്പാടുകളും ഉള്ളപ്പോഴാണ് അവകാശങ്ങൾക്ക് വിലയുണ്ടാവുക എന്നുള്ളത്. അങ്ങനെ സ്വാതന്ത്ര്യത്തെ പറ്റി മാത്രം സംസാരിക്കുന്ന ഈ ആളുകളോടാണ് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ വരുന്നതാണ് ഗഫൂർ സാറ് സൂചിപ്പിച്ച പോലെ കരിയറിസം. സാറ് പറഞ്ഞു ഞാനിപ്പോൾ കരിയർ ഗൈഡൻസ് ഒന്നും എടുക്കാറില്ല, കാരണം അത്തരത്തിലാണ് ഈ ഒരു കരിയറിസം നമ്മളിലേക്ക് വന്നിട്ടുള്ളത്. കരിയറിസം എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ലോകത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്താൻ പറ്റും, ആ എത്താൻ പറ്റുന്നതിലേക്ക് നിങ്ങളെന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ശരിക്കും ആ പറയുന്നതിൽ തന്നെ ഒരു പ്രയാസമല്ലേ? കാരണം മെസ്സിയെ പോലെ ഫുട്ബോൾ കളിക്കാൻ എല്ലാവർക്കും പറ്റുമോ? ഇല്ല. ലോകത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തുക എന്നുള്ളത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമില്ല. ഓരോരുത്തർക്കും ക്യാപ്പബിൾ ആയിട്ടുള്ള അവനവൻ്റെ കഴിവിലൊതുങ്ങുന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും പറ്റും, നിങ്ങളതിന് ശ്രമിക്കുക മാത്രം ചെയ്താൽ മതി. ഇനി നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് അതിനൊരു തടസ്സമാണെന്നുണ്ടെങ്കിൽ കുടുംബത്തെ ഉപേക്ഷിച്ച് നിങ്ങൾ കരിയർ ചൂസ് ചെയ്യണം. കരിയർ ചൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കതിലുള്ളൂ ലക്ഷ്യസ്ഥാനത്ത്. അതായത് കരിയർ എന്ന് പറയുന്നത് ലൈഫ് ടൈം ഒരു ഗോൾ സെറ്റായിട്ട് മാറ്റുക. നിങ്ങൾ കരിയറിൽ എന്തെങ്കിലും എത്തിയോ നിങ്ങൾ ഓക്കെയാണ്. എന്നാൽ കുടുംബജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ, നല്ല കുട്ടികളെ വളർത്തുണ്ടോ, അല്ലെങ്കിൽ നല്ലൊരു അമ്മയായിട്ടോ അല്ലെങ്കിൽ പിതാക്കന്മാരായിട്ടോ നിൽക്കുന്നുണ്ടോ, അത് ഓക്കെ അല്ല. നല്ല കരിയറിൽ വൈറ്റ് കോളർ ജോബാണ് എല്ലാവർക്കും ആവശ്യം. അത്തരത്തിൽ നിങ്ങൾ ഉന്നതിയിൽ എത്തുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഓക്കെയാണ് എന്നുള്ളൊരു ചാപ്പകുത്തലിലേക്കാണ് പോകുന്നത്. ഇനി ഇതിനെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ കരിയറിലെ എല്ലാ നേട്ടങ്ങളും കിട്ടിയത് കൊണ്ട് ജീവിതത്തിൽ ഒരു മനുഷ്യന് വേണ്ട എന്താണ്? മനസ്സമാധാനം, സംതൃപ്തിയാണോ? മനസ്സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. അപ്പോൾ ഈ കരിയറിലെ ലക്ഷ്യങ്ങൾ, നേട്ടങ്ങൾ നമുക്ക് കിട്ടിയിട്ട് അതിലേക്കുള്ളൊരു പൂർണ്ണത, ജീവിതത്തിൻ്റെ സുഖത്തിലേക്കുള്ളൊരു പൂർണ്ണത എത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യൻ സിനിമാ രംഗത്ത് തന്നെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന സുശാന്ത് സിംഗ് രജ്പുത്, അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും പീക്ക് ടൈമിൽ വളരെ ഫെയിമായിട്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മരണകാരണങ്ങൾ പരിശോധിച്ചാൽ ബൈപോളാർ ഡിസീസ് എന്നാ പറയുക. ബൈപോളാർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മാനിയ ഉണ്ടാവുക, അതായത് ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആവുക, ഭയങ്കരമായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഡിപ്രഷൻ. ഈ രണ്ട് എക്സ്ട്രീം തലത്തിലേക്കാണ് അത് പോവുക. അപ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്താണ്? ഡിപ്രഷനായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ കരിയറിസമാണ് നിങ്ങളുടെ ലൈഫ് ടൈം ഗോളാക്കി വെച്ച് അത് നിങ്ങൾക്കുണ്ടെങ്കിലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നിടത്ത് ഈ കരിയറിൽ ഇത്രയും ടോപ്പിലെത്തിയ ഇദ്ദേഹം
ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താ? അദ്ദേഹത്തിന് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, ആങ്സൈറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഒരു ഉദാഹരണം കൂടി പറയാം. സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ആപ്പിളിൻ്റെ മുൻ CEO ആയിട്ടുള്ള അദ്ദേഹം, ആപ്പിൾ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ നമ്പർ 1 ടെക് കമ്പനികളിൽ ഒന്നാണ് ആപ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ CEO എന്ന് പറയുമ്പോൾ പണം കൊണ്ടും ഫെയിം കൊണ്ടും ഒന്നിനും ഒരു കുറവില്ലാത്ത അവസ്ഥയിൽ അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചിരുന്ന അദ്ദേഹം പറയുന്ന, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കാലത്ത് പറയുന്നത് എന്താണ്? കുറച്ച് ദിവസങ്ങളായി ഞാൻ മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സമാധാനം കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും കരിയർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി അതുപോലെ തന്നെ കരിയറിൽ നേട്ടം വന്ന മറ്റൊരു വ്യക്തിയാണ് ആഷ്ലിംഗ് ബെർട്ട് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ടെന്നീസുകാരി. അവർ 25-ാം വയസ്സിൽ, നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്, 25-ാം വയസ്സിൽ ടെന്നീസിൽ വിമൺ സിംഗിൾസിൽ അവർ 1-ാം റാങ്കിലെത്തിയിരിക്കുകയാണ്. അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ 1-ാം റാങ്കിലെത്തിയ അവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് പറയുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് റിട്ടയർ ചെയ്തത്? അപ്പോൾ അവർ പറയാണ്, എനിക്ക് എൻ്റെ കുടുംബത്തിനാണ് പ്രാധാന്യം കരിയറിനേക്കാളെ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കാം, കരിയറിന് കൊടുക്കാൻ പറ്റാത്തത് എന്തൊക്കെയോ കുടുംബങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു റീസൺ ഇവർ വെക്കുന്നത് പ്രോബ്ലമൈസേഷനാണ്. അതായത് കുടുംബജീവിതത്തിലേക്ക്, വിവാഹത്തിലേക്ക് കടക്കുന്ന, അതിനെ മുന്നോട്ട് നയിക്കുന്ന കാരണങ്ങളെല്ലാം പ്രോബ്ലമൈസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓവർ പോപ്പുലേഷൻ, അതായത് 1-2 കുട്ടികൾ ഉണ്ടാവും, അതിൻ്റെ അല്ലെങ്കിൽ 3-4 കുട്ടികൾ ഉണ്ടാവും, അതെന്തോ ഒരു സമൂഹത്തിൽ അപമാനമായിട്ടുള്ളൊരു കാര്യമായിട്ട് ചിത്രീകരിക്കപ്പെടാവും. കുട്ടികൾ ഉണ്ടാവുന്നത് ഭയങ്കര ഒരു പ്രശ്നം. എന്നാൽ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഓവർ പോപ്പുലേഷൻ അല്ല, ഡീപോപ്പുലേഷനാണ്. ഡീപോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കുറവാണ് രാജ്യങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമുക്കറിയാം, ചൈനയിൽ 1979 ഒരു പോളിസി ഇറക്കി, 1 ചൈൽഡ് പോളിസി. അവരെ ഒറ്റ കുട്ടി മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോളിസി ഇറക്കി 1979. അതിനുശേഷം 2016 ആയപ്പോഴേക്കും അവർക്ക് മനസ്സിലായി, ഈ ഒരു കാര്യം കൊണ്ട് രാജ്യത്തിനൊരു വികസനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, രാജ്യം കുത്തനെ താഴേക്ക് പോവാണ്. 2016 അവർ വീണ്ടും തിരുത്തി 1 ചൈൽഡ് മാറ്റിയിട്ട് 2 ചൈൽഡ് പോളിസിയാക്കി. 2 ചൈൽഡ് പോളിസി ആകുമ്പോൾ 2 കുട്ടികൾ പറ്റും, ഒരു കുട്ടിയല്ല 2 കുട്ടി പറ്റും. അങ്ങനെ 2021 വീണ്ടും ഒരു നിയമം തിരുത്തി 3 ചൈൽഡ് പോളിസി, 3 കുട്ടികൾ പറ്റുമെന്ന്. എന്നിട്ട് അവർ പറയാണ്, കുട്ടികൾക്കുള്ള പരിചരണവും അതിനുള്ള ആശുപത്രി ചെലവൊക്കെ കുറച്ചു കൊടുക്കുകയാണ്. എന്തൊരു വിചിത്രമായിട്ടുള്ളൊരു സംഗതി. കാരണം സൊസൈറ്റിയിലൊരു പ്രശ്നങ്ങളോ പാളിച്ചകളോ ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവന്നിട്ട് അത് പ്രയാസമാണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും ആ പഴയ സിസ്റ്റത്തിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് സർക്കാരുകൾ അതിന് പണം കണ്ടെത്തി, അതിന് ആളുകളെ വെച്ച് സമയം ചെലവഴിച്ച് അതിനു വേണ്ടി അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. ഇനി വരുന്നത് വിവാഹപ്രായം. നേരത്തെ വിവാഹം കഴിക്കുക എന്നുള്ളത് എന്തോ വലിയൊരു കുറ്റകൃത്യത്തിലേക്ക് നമ്മൾ എടുത്തു ചാടുന്നൊരു സ്വഭാവം. വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും അവസാനം കൊണ്ടുപോയി എത്തിയാൽ മതി. നമ്മളെ കരിയർ സെറ്റായിട്ട്, പഠനം സെറ്റായിട്ട് എല്ലാം നമ്മൾ ഇതിൻ്റെ ഏറ്റവും എൻഡിലേക്കാണ് വിവാഹം പോകേണ്ടത്. എന്നാൽ വിവാഹപൂർവ്വ ബന്ധങ്ങൾ, വിവാഹത്തിന് മുന്നേ ഉള്ള ബന്ധങ്ങൾ, ആൺപെൺ ബന്ധങ്ങളിനെ വളരെ ഗ്ലോറിഫൈ ചെയ്യുക. നിനക്ക് ക്രഷ് ഉണ്ടോ? ഇല്ലയെന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു പ്രയാസം, ഇത്ര ഏജിലാവുന്നില്ലേ, നമുക്ക് തോന്നണം. അങ്ങനെയാണ്, അത് തോന്നിയാലേ നമ്മളൊരു ഈ ഒരു ട്രെൻഡിനനുസരിച്ച് ഈ ഒരു സമൂഹത്തിൽ നിലനിൽക്കാൻ യോഗ്യതയുള്ള ആളായിട്ട് അതിനെ കണക്കാക്കുന്നു. അങ്ങനെ വിവാഹപൂർവ്വ ബന്ധങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്നു. ഇനി ഇവർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അവസാനമാണ് വിവാഹം കഴിക്കണം എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഓരോ വ്യക്തിയുടെയും ബയോളജിക്കലി നീഡുണ്ട്. ബയോളജിക്കലി നീഡ് നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ അതുവരെ കാത്തിരിക്കണം, ഇല്ലെങ്കിൽ ഇവർ പറഞ്ഞു വെക്കുന്ന എന്താണ്, ലിവിങ് ടുഗദറുകളുണ്ട്, അല്ലെങ്കിൽ കാഷ്വൽ സെക്സുകളുണ്ട്. അതായത് ഒറ്റ രാത്രി കൊണ്ട് മാത്രം, അത് കേവലം ആ ഒരു സെക്ഷൽ നീഡിന് വേണ്ടി മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുകയും. ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കരാറോ ഒന്നുമില്ല, ഒരു 2 വ്യക്തികൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം തോന്നി, ഒരുപാട് കാലം താമസിക്കുന്നു. അതിൽ മറ്റൊരാൾക്ക് തോന്നുന്നു എനിക്ക് ഇയാൾ വേണ്ട, ഞാൻ അടുത്തൊരാളിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഓക്കെ ബൈ പറഞ്ഞാൽ അടുത്ത ആൾക്ക് കൈ കൊടുക്കാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. ഒരു കരാറുകളും ഇല്ലാതെ ഇത്തരം ലിവിങ് ടുഗദറുകളും കാഷ്വൽ സെക്സുകളുമാണ് ഇത്തരം ലിബറലിസ്റ്റ് വാദികൾ മുന്നോട്ട് വെക്കുന്ന ആശയം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന, മനസ്സിരുത്തി ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. വളരെ ജാഗ്രതയോടുകൂടി തന്നെ അതിനെ അഭിമുഖീകരിക്കണമെന്നുള്ളതാണ്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇതേപോലെ ക്യാമ്പസുകൾ ലിബറലിസ്റ്റ് വാദികൾ എത്തിപ്പെടുന്ന ഒരു കാര്യമാണ് എയ്ത്തിസം. എയ്ത്തിസം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം, അല്ലെങ്കിൽ മതത്തെ വേണ്ട എന്നുള്ളൊരു സംഗതിയിലേക്ക് എത്താം. ഇവർ പറഞ്ഞു വെക്കുന്ന എന്താണ്, ഈ ഇൻഡിവിജ്വലിസം, കരിയറിസം, ഇതിനെല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തെ എല്ലാം നശിപ്പിക്കുന്ന എന്താണ്,
ഒറ്റ കാരണമേ ഉള്ളൂ, നിങ്ങൾ മതത്തിലുള്ള ആളുകളാണോ എന്നാൽ നിങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ഒരു അഭിപ്രായം പറയാൻ അവിടെ ഒരു സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു വെക്കാൻ, മതത്തെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കിക്കൊണ്ട് എല്ലാ ആളുകളിലേക്കും പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ മതത്തിലുള്ള ആളുകളാണെങ്കിൽ പഴയ ഏതോ കാലഘട്ടത്തിൽ നിന്ന് വന്നതാണ്, ഇപ്പോഴുള്ള ആളുകളല്ല. എന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, ഫ്രീ ബേർഡ്, മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ജീവിച്ച് കാണിക്കണോ, എന്നാൽ നിങ്ങൾ ഈ മതത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്നൊക്കെ, ഈ ചുറ്റുപാടിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാം എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ മതം വേണ്ട, അപ്പോൾ ചിന്തിക്കുന്ന ആളുകളാണ്, എന്നാൽ പിന്നെ എന്തിനാ മതം, ഈ മതം ഒഴിവാക്കിയാൽ നമുക്ക് സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചൂടെ എന്ന രൂപത്തിലേക്ക് ഇത്തരം ചിന്തകൾ മാറുമ്പോൾ, ഇത്തരം ലിബറലിസ്റ്റുകൾ ഈ ഒരു ആശയത്തെ കൃത്യമായ അജണ്ടയോടുകൂടി നമ്മുടെ ക്യാമ്പസുകളുടെ കുട്ടികളുടെ മനസ്സുകളിൽ കോറിയിടുമ്പോൾ നമ്മൾ ജാഗരൂകരായി ഇരിക്കണം എന്ന് തന്നെയാണ് നിർദ്ദേശിക്കാനുള്ളത്. നമ്മൾ സമയം അധികം ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ പാർട്ട് കൂടിയുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അത് ചുരുങ്ങിയ വാക്കുകളിലേക്ക് ചുരുക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, പാരൻസ് മനസ്സിലാക്കേണ്ടത്, മക്കൾ മൊബൈൽ ഉപയോഗിച്ചും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം പലപ്പോഴും ഇത് പറയുമ്പോൾ യുവതലമുറയിലെ ആളുകൾ, ഞാനും ഒരു യുവതലമുറയിലെ ആളാണ്, ഞാനും മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണ്. ചിലപ്പോൾ നമുക്കിത് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി ഇത് പറയുന്ന ആളുകളെ ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗം നമ്മെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ഇതിൽ ഈ ഓൾഡ് ജനറേഷനും കൂടുതൽ മൊബൈൽ അഡിക്ഷൻ ഉണ്ട്. ഇതിലിപ്പോൾ ഞാൻ നമ്മുടെ ഈ ക്ലാസ് തുടങ്ങിയിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് എത്തി നോക്കിയ ആളുകളൊന്ന് കൈവന്തിക്കാമോ? നിങ്ങൾ ഫ്രീ ആയിട്ട് കൈവന്തിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കിയത്, ഫേസ്ബുക്ക് ഒന്ന് വെറുതെ എടുത്ത് നോക്കിയ ആളുകൾ കൈപൊക്കാൻ ചിലപ്പോൾ നമുക്ക് മടിയുണ്ടാകും. മിസ് കോള് വന്നോ എന്ന് നമ്മൾ നോക്കിയ ആളുകൾ, ഇതിനെയൊക്കെ മൊബൈൽ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയും. അത് മുതിർന്ന ആളുകൾക്കുണ്ട്, യുവതലമുറയ്ക്കുണ്ട്, ചെറിയ കുട്ടികൾക്കുണ്ട്. അത് ആർക്കും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. മൊബൈൽ തൊട്ടടുത്ത് വെക്കുക എന്ന് തന്നെ സ്ക്രീൻ അഡിക്ഷൻ്റെ ഭാഗമാണ്. 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അയാൾ സ്ക്രീൻ അഡിക്റ്റഡ് ആണ് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഇവിടെ പറയപ്പെട്ട ലഹരി, അതുപോലെ തന്നെ മതനിരാസം, അതുപോലെ തന്നെ വിവാഹത്തിനോട് താല്പര്യമില്ലായ്മ, അതുപോലെ തന്നെ ഈ പുതിയ ട്രെൻഡുകളെ പുറകിൽ പോവുക, ഇതൊക്കെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കുമ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. അതിന് ഉൾക്കൊള്ളാനുള്ള മാനസിക വിശാലത നമുക്കില്ല എങ്കിൽ ഇതൊക്കെ സിനിമയും ഇതൊന്നും കണ്ടിട്ടൊന്നും എനിക്കതൊന്നൊരു മാറ്റം വരികയില്ല എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ആ വെഞ്ഞാറമ്മൂട് കൊലപാതകത്തിൻ്റെ ആ വാർത്തയൊന്നെടുത്ത് വായിച്ചു നോക്കിയിട്ട് ആ തലക്കെട്ടിൻ്റെ അവിടെ കൊലപാതകിയുടെ കൂടെ നിങ്ങളുടെ പേര് നിങ്ങൾ വായിക്കുക. അയാൾ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും അനിയൻ്റെയും അനിയത്തിയുടെയും പേര് കൂട്ടി വായിച്ചിട്ട് ആ വാർത്തയൊന്ന് മുഴുവിച്ച് വായിച്ചു നോക്കുക. വരാൻ പോകുന്ന ഭാവിയിൽ നമ്മെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുള്ള ഈ മേഖലയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞാനിങ്ങനെ തന്നെയാണ് പോവുക, പുതിയ തലമുറ ഇങ്ങനെയാണ് എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഈ സമൂഹം. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് തന്നെയാണ്. ഇങ്ങനെ പോകേണ്ടവരല്ല ഇവർ, ഇങ്ങനെ മാറേണ്ടവരല്ല നമ്മൾ എന്ന് നാം തിരിച്ചറിയുക. ഈ മൊബൈൽ അഡിക്ഷനൊക്കെ കുറക്കാൻ പറയുന്ന ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അതിൽ ആവശ്യമുള്ളത് നോക്കുക, ആവശ്യമില്ലാത്ത സമയത്ത് മൊബൈൽ മാറ്റി വെക്കുക, ഒരു പണിയെടുക്കുമ്പോൾ മൊബൈൽ നമ്മൾ വേറെ എവിടെയെങ്കിലും മാറ്റി വെക്കുക, അനാവശ്യമായി ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാതിരിക്കുക. ഇതൊക്കെ നമുക്കൊക്കെ ചെയ്യാവുന്ന സംഗതിയാണ്. അതിലേറ്റവും അവസാനം പറയുന്നത് ഇങ്ങനെ അഡിക്ഷൻ ഉണ്ട് എങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നത് ഈ മൊബൈലിൻ്റെ അമിതമായ ഉപയോഗമാണ് എങ്കിൽ ആ ഉപയോഗം കുറക്കാൻ നമ്മൾ സ്വയം തീരുമാനമെടുക്കണം. ആ ഉപയോഗം കുറക്കാൻ നമ്മൾ സ്വയം തീരുമാനിക്കണം. രക്ഷിതാക്കൾക്ക് ഇവിടെ കടമയുണ്ട്. മക്കൾ അമിതമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ആ മൊബൈലിൻ്റെ ഉപയോഗം
നേരെ താഴെയാക്കാൻ നിങ്ങൾക്കും കഴിയില്ല, അവർക്കും കഴിയില്ല. നമ്മൾ ജീവിച്ചു പോയൊരു സാഹചര്യത്തിൽ നിന്ന് മാറാൻ കുറച്ച് സമയമെടുക്കും. മക്കൾക്ക് മൊബൈൽ കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ടാകും. അമിതമായി കൊടുക്കുന്നത് സമയം കുറച്ച് 1, 2, 3 മാസമെടുത്ത് അതിന് ചെറിയ സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാ പ്രശ്നങ്ങളും മാറും. മക്കൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് MSM, IGM, ISM അത് തുടങ്ങിയിട്ട് KNM തുടങ്ങി മുഴുവൻ സംഘടനാ സംവിധാനമുണ്ട്. ഓരോ പ്രായത്തിന് ആ കുട്ടികൾക്ക് വരെ കിഡ്സ് ക്ലബ്ബ് ഉണ്ട്. നമ്മുടെ സംവിധാനത്തിന്, നമ്മുടെ സംഘടനയുടെ ഒരു വലിയ സെറ്റപ്പാണ്. ഈ സെറ്റപ്പിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ, ഈ സംഘടനയുടെ കൂടെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൃത്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ, കൃത്യമായ ദിശാബോധത്തോടു കൂടി അവർക്ക് മുന്നിൽ നിൽക്കാൻ ഇവിടുത്തെ MSMകാർക്കും IGMകാർക്കും കഴിയും. നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ MSMൻ്റെ ജില്ലാ പ്രസിഡന്റ് സംസാരിച്ചു. അദ്ദേഹം വിദേശത്ത് പോയപ്പോഴും അത്രയും പ്രയാസപ്പെട്ട് ആ ലഹരിയും മറ്റ് സംഗതികളെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുടെ പോലും അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നതാണ് എങ്കിൽ നമുക്കുള്ള ഏറ്റവും വലിയ പോംവഴി ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നമ്മുടെ മക്കളെ വളർത്തുക എന്നുള്ളതാണ്. അതിൽ നിന്ന് അവന് പഠിക്കട്ടെ, അവന് ഉന്നത ജോലി കിട്ടണമെന്ന് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പത്രവാർത്തകളിൽ സ്വന്തം മകൻ്റെയും മകളുടെയും ഉമ്മയുടെയും ഉപ്പയുടെയും പേര് വരാൻ അധിക കാലം വൈകുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. പാരൻറ്റിങ്ങിൻ്റെ ശൈലിയും രീതിയും മാറണമെന്ന് നമ്മളോട് ചർച്ച ചെയ്തു. പുതിയ ട്രെൻഡുകൾ എന്താണെന്ന് കുട്ടികൾ അറിയണം. അതിൽ എനിക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണോ അല്ലയോ എന്ന് വേർതിരിച്ചറിയണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പുതുതലമുറ മൊബൈൽ ഉപയോഗിക്കാം. അവർക്കൊരു സമയം വെച്ചാൽ മതി. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മൊബൈൽ എത്രയും ഉപയോഗിക്കാം. ഇതിൻ്റെ അമിത ഉപയോഗം കൊണ്ടുവരുന്ന വലിയ വലിയ അസുഖങ്ങൾ പുതുതായിട്ട് കണ്ടെത്തി വരുന്നേയുള്ളൂ. അതിനുള്ള മരുന്ന് സ്വയം മാറുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്ന് ഖുർആൻ പറയുന്നത് വളരെ പ്രസക്തമാണ്. സ്വയം മാറ്റത്തിന് തയ്യാറാകാതെ ഒരാളെയും അല്ലാഹു മാറുകയില്ല. ഈ സമയം വരെയും ഇതിനെ നമ്മുടെ ഈ പാനലിനെ ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഇങ്ങനെയുള്ള ചർച്ചകൾ കുടുംബത്തിൽ വരണം. കുടുംബം സമേതം നമ്മുടെ ഒരു പരിഷ്കരണത്തിന് നമ്മൾ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.